ഹലോ, കിരൺ ഹിയർ. കിരൺ, ഞാൻ ചിത്രയാണ്. താനിത് എവിടുന്നാ? ഞാൻ എത്ര സമയമായി വെയിറ്റ് ചെയ്യുന്നു. ഹോട്ടൽ രാജി എന്നാ ഞാൻ വിളിക്കുന്നത്. ഇവിടെ ഒരു മർഡർ നടന്നു. യെസ്, കൊല്ലപ്പെട്ടത് അനിത കുൽക്കർണിയാണ്. അനിത? ഓ മൈ ഗോഡ്. I wish if I could help you, but Sir, he is innocent. I do understand. लेकिन सारे सबूत उनके खिलाफ हैं, मिस्टर नायर. Sir, but Kiran was not there at that time. And how come, sir? You mean alibi? But you have to prove it in the court. Sir, आप किरण को जमानत पर छुड़वा सकता है. I'm sorry. I can't help you. मुझे ऊपर से order है because it's a politically motivated murder. Sir, is it possible for me to see him for a minute? Just for a minute. I'm sorry. I'm bound to obey the authorities. Chitra, let's go. ചിത്ര, ഇതെന്തൊരു ഇരിപ്പാ എന്റെ കുട്ടി. നീ കോഫിയെങ്കിലും ഒന്ന് കഴിക്കേ. എന്താ ഇത്? ധൈര്യത്തെ പറ്റി എന്നോട് എപ്പോഴും സംസാരിക്കാറുള്ള നീയാണോ ഇങ്ങനെ നെർവസ് ആകുന്നത്? എന്നെ സഹായിക്കാൻ ആരുമില്ല, സർ. എനിക്ക് എങ്ങനെയെങ്കിലും കിരണിനെ രക്ഷിച്ചേ പറ്റൂ. അതത്ര എളുപ്പമല്ല. ഹോട്ടലിലെ സെക്യൂരിറ്റി റൂമിൽ നിന്നും കണ്ടെടുത്ത വീഡിയോ ടേപ്പിൽ കിരൺ മർഡർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് പോലീസ് റിപ്പോർട്ട്. സപ്ലിമെന്ററി എവിഡൻസ് ആയിട്ട് കോടതി സ്വീകരിക്കുകയും ചെയ്തു. അത് നുണയാണ്. ആ സമയത്ത് കിരൺ അവിടെ ഉണ്ടായിരുന്നില്ല. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. അതെനിക്കും നിനക്കും മാത്രം അറിയാവുന്ന സത്യം. പക്ഷെ തെളിവുകൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് വേറൊരു വഴിക്കാ ഞാൻ ചിന്തിക്കുന്നത്. കൊല്ലപ്പെട്ട അനിത കുൽക്കർണിയും ഡൽഹിയിലെ ചില VIP-കളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എനിക്ക് ചില സംശയങ്ങളുണ്ട്. പോലീസിന്റെ നിസ്സഹകരണവും മറ്റും ആരോ ഇതിൽ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. കഴിയുമെങ്കിൽ പത്രത്തിലൂടെ ഇതെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവന്നുകൂടെ? ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ് പറയൂ. പ്രതീക്ഷ വയ്ക്കണം. ഇനിയും ഒരു ചാൻസ് മുന്നിലുണ്ടാവുമെന്ന പ്രതീക്ഷ. അപ്പോഴേ നിനക്ക് എന്തെങ്കിലും ചെയ്യാനാവൂ. ആദ്യം നീ ഒന്ന് ഫ്രഷ് ആവ്, എന്നിട്ട് ഞാൻ വിശദമായി പറഞ്ഞു തരാം. എഴുന്നേക്ക്. അനിത ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ടായിരുന്നു. പാവം, ആ കുട്ടി മാനസികമായി ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. മാഡത്തോട് അനിത പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ? ഐ മീൻ, അവളുടെ റിലേഷൻഷിപ്പുകളെ പറ്റി? ഉവ്, കിരൺ വർമ്മയെ കുറിച്ച് അവൾ ഇടയ്ക്കിടെ പറയുമായിരുന്നു. ആ ബന്ധം ഉപേക്ഷിക്കാൻ ഞാൻ അവളെ പലപ്പോഴും ഉപദേശിച്ചതുമാണ്. ആ കുട്ടി അതനുസരിച്ചില്ല. അത് മാത്രമല്ല, കിരൺ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായി അവൾ എന്നോട് പലതവണ പറഞ്ഞിരുന്നു. അനിതയ്ക്ക് മറ്റേതെങ്കിലും രഹസ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എസ്പെഷ്യലി ചില പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ്. അതൊക്കെ നിങ്ങളുമായി കണക്റ്റഡ് ആണെന്ന് ആരോപണമുണ്ട്. നോക്കൂ, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. കലയോടുള്ള അഭിനിവേശം കൊണ്ട് ഈ നൃത്തവിദ്യാലയം നടത്തുന്നു എന്ന് മാത്രം. അതിനിടെ മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ എനിക്കവിടെ സമയം? സോറി, നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. തന്നെയുമല്ല, നിങ്ങളോട് ഇനി മറുപടി പറയാൻ എനിക്ക് അശേഷം താല്പര്യമില്ല. അതുകൊണ്ട് ലെറ്റ് സ്റ്റോപ്പ് ഹിയർ. അപ്പോ സൂസന്ന ജോണിനെ നീ സംശയിക്കുന്നു? തീർച്ചയായും സാർ. അവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്.
വിത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. കിരൺ ആണ് കൾപ്രിറ്റ് എന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കുന്നത് പോലെ തോന്നി എനിക്ക്. പുരാന ദില്ലിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ്, പിന്നെ സൂസന്ന ജോൺ, വാട്ടർ ഗേറ്റിന്റെ ഇടനിലക്കാരൻ ശ്യാം കൗശിക്, അനിതയുടെ ഫ്ളാറ്റിലെ നിത്യസന്ദർശകരായ പൊളിറ്റീഷ്യൻസ്, ഇവർക്കെല്ലാം മേലെ ഒരാളുണ്ടായിക്കൂടെ? ഐ മീൻ എ പവർഫുൾ ഡേഞ്ചറസ് മാൻ yet to be unveiled. അതാരായാലും നാളെ ഈ മാറ്ററുകൾ സീരിയലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ അയാൾ റിയാക്ട് ചെയ്യാതിരിക്കില്ല, തീർച്ച. ഹലോ ചിത്ര, വി ആർ ചീറ്റഡ്. നമ്മുടെ ന്യൂസ് പത്രം പിൻവലിച്ചു. ന്യൂസ് ഏജൻസിയിൽ നിന്ന് കിട്ടിയ റോങ് ഇൻഫർമേഷൻ ആണെന്നും പറഞ്ഞ് എഡിറ്റർ പബ്ലിക്കിനോട് അപ്പോളൈസ് ചെയ്യുന്ന ഒരു പ്രസ്താവനയോ ഉണ്ട്. क्या मैं जान सकती हूँ कि आपने कौन से आधार पर इस खबर को वापस लिया है? I know you have cheated me for money, and I'll prove it. I'll fight alone. Stop it. ज्यादा बोलने की जरूरत नहीं है. You are dismissed. सिर्फ तुम ही नहीं है, वो बुड्ढा नायर है ना, उसको भी डिसमिस कर रहा हूँ. Now get out from here.